അത് ജാക്കിയാണെന്നുള്ളത് ഉറപ്പാ. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു, അതാ എന്റെ വിഷമം. ജാക്കി അവിടെ താമസിപ്പിച്ചിരുന്നത് കവിത അപ്പച്ചിയാ. എന്തായാലും അവൻ രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ജാക്കിയെ പിടികിട്ടിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ കൊലപാതകം തെളിഞ്ഞേനെ. പുറത്തേക്ക് പോയ കവിതപ്പച്ചി പിന്നെ എവിടെ പോയതാ? അവൻ അവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എന്നാ അവരെ ഇപ്പൊ തന്നെ കൈയോടെ പിടിക്കണല്ലോ. നമ്മള് വീടിന് പുറത്തെല്ലാം അവരെ തെരഞ്ഞതല്ലേ, കണ്ടില്ലല്ലോ. ആദ്യം കവിതപ്പച്ചി റൂമിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിയാ, വന്നേ നമുക്ക് നോക്കാം. എന്താ മൂന്നാളും കൂടി ഇവിടെ? സമയം ഒരുപാടായില്ലേ? ഉറങ്ങുന്നൊന്നുമില്ലേ? ഹുഫ്, ഞാനൊരു ഉറക്കം കഴിഞ്ഞൊന്ന് ഉണർന്നതാ. അപ്പൊ ഇവിടെ എവിടേക്കോ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ഉറക്കം വരാതെ കിടന്നപ്പോഴാ ഇവിടെ നിന്നുള്ള സംസാരമൊക്കെ കേട്ടത്. അതാ ഞാൻ എന്താന്ന് നോക്കാമെന്നേ. സമയം ഇപ്പൊ ഇത്ര ആയില്ലേ? മൂന്നാക്കം പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇങ്ങനെ സംസാരിച്ചു നിന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ കൂടെ ഉണർത്തണം. കവിതേച്ചി അവിടെ ഞാൻ കണ്ടല്ലോ. എവിടെ? നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പച്ചി കുറച്ചു മുൻപ് വീടിന് പുറത്തു പോയിരുന്നില്ലേ? അയ്യോ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? സ്വപ്നമെല്ലാം കണ്ടോ? ഇവിടെ ആരും വിഡ്ഢികളാണെന്ന് കരുതണ്ട. നീ എന്തൊക്കെ പറയുന്നു സഞ്ജു? ഗോവിന്ദേ, എന്താ കാര്യം? ഞങ്ങൾക്ക് ആളെ പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനൊന്നും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. ഈ പിള്ളേർക്കെന്തോ ഭ്രാന്തായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കണക്കിനാണെങ്കിൽ താമസിയാതെ എല്ലാം മനസ്സിലാവും. ഞങ്ങൾ തന്നെ എല്ലാം മനസ്സിലാക്കി തന്നിരിക്കും. ഓ, നല്ല അഭിനയം, ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ശരിയാ. മൂന്നിനും തലയ്ക്ക് പ്രശ്ന. ഓ, ഞാൻ എന്തിനാ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് എന്റെ സമയം കൂടി കളയുന്നേ? ഓ, സമയം ഇത്രേ. സുഖമായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്ന നല്ലത്. സൂക്ഷിക്കണം, നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അവര് രണ്ടും കൽപ്പിച്ച